എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ SC ST കാറ്റഗറിയിലും അതുപോലെ മറ്റ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാൻ സാധിക്കുന്ന ഒരു അലോട്ട്മെൻ്റ് ആയിരുന്നു അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതായത് സ്കൂളിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമാണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ SC ST വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ ആ ഒരു സ്കൂളുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. കേരളത്തിൽ 14 സ്കൂളുകളാണ് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്കൂളുകളിലേക്കുള്ള സ്പെഷ്യൽ, അതായത് ഈ സെപ്പറേറ്റ് അലോട്ട്മെൻ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ ഒരു MRS, അതായത് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ ലഭിച്ച കാൻഡിഡേറ്റ് ലോഗിൻ ആയിട്ടുള്ള, അതായത് ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ ഏത് ജില്ലയിലേക്ക് ആണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല, അതായത് ഏത് ജില്ലയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആ ഒരു ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള, അതായത് ഓപ്ഷൻസ് ഉൾപ്പെടെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ജൂൺ 10 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് അതായത് ജൂൺ 10 നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ, അതായത് ഓപ്ഷൻ ഉൾപ്പെടെ, അതുപോലെ തന്നെ അപ്പോൾ ഓപ്ഷൻസ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്തുന്നതിനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ വിവരങ്ങൾ തിരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ്, അതായത് ലോഗിൻ MRS എന്നുള്ള ലിങ്കിലൂടെ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ജൂൺ 10 വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയോ തിരുത്തുകയോ ചെയ്തുകൊണ്ട്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജൂൺ 10 വൈകിട്ട് 4 മണിക്കുള്ളിൽ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ, അതായത് നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ഉണ്ട് അത് തിരുത്തുന്നതും അതുപോലെ ഉൾപ്പെടുത്തൽ, അത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്തുകൊണ്ടും ഈ ഒരു ജൂൺ 10 വൈകിട്ട് 4 മണി വരെ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുകയും അതുപോലെ കൺഫേം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതായത് ഒരു തവണ മാത്രമേ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ സാധിക്കുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 2024 മെയ് 30 വൈകിട്ട് 5 മണിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷ ആരെങ്കിലും ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ ഇന്ന് നടത്താൻ, അതായത് ഈ ഒരു ജൂൺ 10 നടത്താൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ WGP വിവരങ്ങളും മറ്റും നിങ്ങൾ പരിശോധിക്കണം. അതുപോലെ തന്നെ തിരുത്തുവാൻ കഴിയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, സ്കീം, അതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒഴികെ, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ എന്നിവ ഒഴികെ നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു വേണമെങ്കിൽ ട്രൈ ബ്രേക്ക്, അതുപോലെ ബോണസ്, അതുപോലെ താലൂക്ക്, റിസർവേഷൻ, കാസ്റ്റ്, അതുപോലെ കാറ്റഗറി, ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതുപോലെ പഞ്ചായത്ത്, താലൂക്ക്, ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു വിവരം വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വിവരങ്ങൾ ഒന്നും തന്നെ തിരുത്തുവാനോ മാറ്റം വരുത്തുവാനോ പറ്റില്ല. അപ്പോൾ അത് മാത്രമേ മാറ്റാൻ പറ്റാത്തുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് മാറ്റാം. അതുപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയാൽ, അതായത് ബോണസ് പോയിന്റുകൾ ലഭിക്കുന്ന വിവരങ്ങൾ, അതുപോലെ ടൈ ബ്രേക്കിന് ഉപയോഗിക്കുന്ന വിവരം, അതുപോലെ അപേക്ഷേൻ്റെ കാറ്റഗറി മുതലായ ഉൾപ്പെടെയുള്ള അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒന്നും പ്രോസ്പെക്ടസിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലാതെ അവകാശപ്പെടരുത്. അതായത് ആ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവകാശപ്പെടരുത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാതിരുന്നാൽ റദ്ദാക്കുകയും വിദ്യാർത്ഥികളുടെ പ്രവേശനാവസരം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അപേക്ഷകർ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുകയും അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഇല്ലാതെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ +1 ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.